ചെറിയൊരു വഴക്കുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പം ഉടനെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധവും സൗഹൃദങ്ങളും വേണ്ടെന്ന് വെക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചു വാങ്ങിച്ച ഒരു സാധനം കേടായിപ്പോയി, പക്ഷെ അത് നന്നാക്കാനൊന്നും ഒരു ശ്രമവും നടത്താതെ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഡിസ്പോസിബിലിറ്റി മെന്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ബന്ധങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുക്കളെയും ഈസി ആയിട്ട് ഉപേക്ഷിക്കുകയും ഉടനെ തന്നെ മറ്റൊന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന മാനസിക സ്ഥിതിയെയാണ് നമ്മൾ ഡിസ്പോസിബിലിറ്റി മെന്റാലിറ്റി എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ വഴക്കുകൾ ഉണ്ടാവുന്നത് സാധാരണയാണ്. പക്ഷെ ആ വഴക്കുകൾ പരിഹരിക്കാതെ എനിക്ക് ഇവളെ വേണ്ട അല്ലെങ്കിൽ ഇവനെ വേണ്ട, ഇതിനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഉടനെ തന്നെ ആ ബന്ധം അവിടെ ഉപേക്ഷിക്കും. എന്നിട്ട് അടുത്ത ദിവസം തന്നെ പുതിയൊരു ബന്ധം കണ്ടെത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ആ ബന്ധത്തിലും അവർക്ക് നിലനിന്ന് പോകാൻ സാധിക്കില്ല. വഴക്കുകൾ ഉണ്ടാവുമ്പോൾ നേരത്തെ അവർ കാണിച്ച ഡിസ്പോസിബിലിറ്റി മെന്റാലിറ്റി പ്രവണത തന്നെ അവർ പിന്നെയും കാണിക്കും. നമ്മൾക്ക് എപ്പോഴും ബന്ധങ്ങളിൽ ആവശ്യം മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എപ്പോഴും വഴക്കുകളും അതുപോലെ തന്നെ സ്വരച്ചേർച്ചകളും ഉണ്ടാവുന്നത് ബന്ധങ്ങളിൽ സാധാരണമായ കാര്യമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ തുടരെ പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്കൊരു നിരാശയും ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയും ഒരു ഉത്കണ്ഠയും ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാതാവുകയും അതൊരു പക്ഷെ നിങ്ങളെ ഒരു ഡിപ്രഷനിലോട്ട് വരെ കൊണ്ടെത്തിക്കാം. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരത്തിലുള്ള ഡിസ്പോസിബിലിറ്റി മെന്റാലിറ്റി പ്രവണത ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.